ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ശബരിമലയിലെ പണം എടുത്തുകൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ നടത്തുന്നതൊക്കെയാണ് സർക്കാർ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ശബരിമലയിൽ കൃത്യമായി ഈ എത്ര സ്വർണമുണ്ട് അല്ലെങ്കിൽ എത്ര പണം വരുന്നു, എത്ര ചെലവഴി, ഇതിന്റെ ഒന്നും കണക്കില്ല എന്നാണ് ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അപ്പോ എന്താണ് ഈ സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാൾ ഈ ജയറാമിന്റെ വീട്ടിലേക്ക് ഈ വിഗ്രഹപ്പാളികൾ കൊണ്ടുപോയി എന്നത് എന്തിന്റെ അടുത്ത്? ശബരിമലയിലെ വിഗ്രഹമൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ? നാളെ അയ്യപ്പനെ വേണമെങ്കിൽ ഇവർക്ക് എടുത്തുകൊണ്ട് പോകാൻ മറ്റു വീടുകളിൽ കൊണ്ടുവച്ച് പൂജിക്കാനൊക്കെ കഴിയുമോ? 3 പോയിന്റിലേക്ക് ഞാൻ ചുരുക്കാം. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടരുത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. വേറെ സൈഡിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തൽക്കാലം നമ്മളത് പിന്നീട് എടുത്താൽ മതി. ഇല്ലെങ്കിൽ സാധാരണക്കാരുടെ ഫോക്കസ് തെറ്റിപ്പോവും. അപ്പുറത്ത് നിന്ന് CPM-ന്റെ പഴയ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ആൾക്കാരും ഫോക്കസ് തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. വിജയമല്യ തന്ന സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ? വിജയമല്യ തന്ന സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ? വിജയമല്യ തന്ന സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ? ഒറിജിനൽ സ്ഥാനം കാണാനില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൊണ്ടുവന്നത്. ഒറിജിനൽ സ്ഥാനം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കോർ പോയിന്റ്. ബാക്കി പല കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാനൊക്കെ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അത് ഫോക്കസ് തെറ്റിക്കാനും ഈ ചോദ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമാണ്. എന്നിട്ട് അവർ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വലിയൊരു ഉടായിപ്പ് പറയും, സമഗ്ര അന്വേഷണം തേങ്ങാ മാങ്ങ വേണമെന്നൊക്കെ. ഈ സമഗ്ര അന്വേഷണം എന്നൊക്കെ പറഞ്ഞാൽ സമയം താമസിപ്പിക്കാനുള്ള തന്ത്രമാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ശബരിമലയിൽ മോഷണം നടന്നു. ശബരിമലയിൽ മോഷണം നടന്നു. ശബരിമലയിൽ മോഷണം നടന്നു. തമിഴിൽ തിരുട്ടെന്നും സംസ്കൃതത്തിൽ അപഹരണമെന്നും ഹിന്ദിയിൽ ചോരി എന്നും പറയുന്ന മോഷണം നടന്നു. ഇതാണ് ഫോക്കസ്. ഇതാണ് യഥാർത്ഥത്തിലെ പോയിന്റ്. ബാക്കി എല്ലാം സൈഡ് പോയിന്റ് ആണ്. ഇനിയും താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമെന്നുള്ളത് കൊണ്ട് ശബരിമലയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊണ്ടുവന്നത് എന്റെ പെറ്റീഷനിലാണ്. അപ്പോൾ ശബരിമല 1248 അല്ലെങ്കിൽ 1250ഓളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലെ ഒരു 1200ഓളം അമ്പലങ്ങളെ താങ്ങി നിർത്തുന്ന ശബരിമലയാണ്. അതായത് ഏകദേശം 40-50 മുതൽ 100 വരെയുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമേ സെൽഫ് റിലയൻസ് ഉള്ളൂ. ബാക്കിയുള്ളതിന്റെ ഫണ്ട്, സപ്പോർട്ട്, ഇതെല്ലാം ശബരിമലയാണ്. അതൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം പോലുമില്ല. അയ്യപ്പന്റെ ദ്വാരപാലകരുടെ പുറത്തുള്ള സ്വർണം പതിച്ച ചെമ്പ് പാളികൾ അടിച്ചു മാറ്റി. ആ ചോദ്യത്തിൽ മാത്രം നമ്മൾ ഇത് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ 100 കണക്കിന് ഈ ഡൈവേർഷൻ ഉണ്ടാകും. ഇനി ശ്രീ ജയറാം ഒന്നും ഇതിൽ യാതൊരു തെറ്റുമില്ല. ശ്രീ ജയറാമിനെ വിളിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് വരികയാണ്, എനിക്ക് ഓതറൈസേഷൻ ഉണ്ട്, അവിടെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജയറാം എന്ത് ചെയ്യും? നമ്മളെ ആരെ വിളിച്ചാലും നമ്മൾ പോകില്ലേ? അയ്യോ അത് വലിയൊരു ഭാഗ്യമല്ലേ എന്ന് പറഞ്ഞ് ശ്രീ ജയറാമിനെ സെലിബ്രിറ്റിയും ഒക്കെ മനഃപൂർവ്വം കൊണ്ടുവന്ന് അത് ചർച്ച ചെയ്യും വിവാദവുമാക്കുന്നത് ശ്രദ്ധ തെറ്റിക്കാനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും കൂടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി. അത് മാത്രമാണ് വിഷയം. ആ വിഷയത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയണം. ഇത് പറയുന്നതിന്റെ തെളിവെന്താ? ആ തെളിവും കൂടെ ഞാൻ തരാം. ഒന്ന്, ഒറിജിനൽ സാധനം ഇപ്പോൾ ഇവിടെ ഇല്ല. ഒറിജിനൽ സാധനം 42.8 കിലോഗ്രാം ഭാരമുള്ള 2 ദ്വാരപാലക പാളികൾ, സ്വർണം പൊതിഞ്ഞ ദ്വാരപാല പാളികൾ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് വേറെ തർക്കമൊന്നുമില്ല. 2, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് അതിൽ കൾപ്പബിലിറ്റി ഉണ്ടാകുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് മുമ്പുള്ള ദേവസ്വം ബോർഡുകാരെ രക്ഷിക്കാനായിട്ട് തനിക്ക് കിട്ടിയത് പെയിന്റ് അടിച്ചതാണെന്നൊക്കെ കള്ളം പറയുകയാണ്. ആർക്കും അറിയാം, നമുക്ക് കണ്ണിൽ കണ്ടാൽ അറിയാം അത് സ്വർണം പതിച്ചതാണെന്ന്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്. രണ്ടാമത്തേത് ദേവസ്വം ബോർഡിന്റെ കള്ളത്തരം. ദേവസ്വം ബോർഡ് ചെമ്പ് പാളികളെന്ന് ഉത്തരവിൽ എഴുതിയത് ഈ സ്വർണ്ണ പാളികൾ അടിച്ചു മാറ്റാനുള്ള വ്യാജരേഖാ നിർമ്മാണമാണ്. ഒന്നുകൂടെ പറയാം, ദേവസ്വം ബോർഡ് ചെമ്പ് പാളികൾ എന്ന് എഴുതിയത് സ്വർണ്ണ പാളികൾ അടിച്ചു മാറ്റാൻ, മോഷ്ടിക്കാൻ, അപഹരണം നടത്താൻ, മോഷ്ടിക്കാൻ വേണ്ടി വ്യാജരേഖ ഉണ്ടാക്കിയതാണ്. അതാണ് വിഷയം. ആ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. ബാക്കി പല കാര്യങ്ങളും, ലോകോത്തര തത്വങ്ങളൊക്കെ പല ആൾക്കാരും വന്ന് പറയും. അതൊക്കെ സെക്കൻഡറിയാണ്. അതൊക്കെ കള്ളന്മാരെ രക്ഷിക്കാനും അവർക്ക് കവർ ഫയർ കൊടുക്കാനും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അയ്യപ്പന്റെ ദ്വാരപാലകരുടെ പാളികൾ മോഷ്ടിച്ചു. ഇതാണ് കോർ വിഷയം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ശരിയാണ്, പല വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാനായി പല തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടിടും. ഇതിപ്പോ ഈ 2019 മുതലുള്ള കാര്യങ്ങൾ പറയുന്നു, അതിനു മുൻപുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് ദേവസ്വം മന്ത്രിമാരുണ്ട്, ദേവസ്വം പ്രസിഡന്റുമാർ വന്നിരുന്നു പോയിട്ടുണ്ട്. ഈ വി ശിവകുമാർ, എസ് ശിവകുമാറിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ജി സുധാകരന്റെ കാര്യം പറയുന്നുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് രാഹുൽ ഈശ്വറി ശബരിമലയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ
ഒരു കുടുംബപരമായ കൂടിയുള്ള ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ബന്ധമുള്ള ഒരാളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് ഇപ്പോ അതായത് ഈ അടുത്ത കാലഘട്ടത്തിൽ മോഷണം സംഭവിച്ചതാണോ അതോ കുറച്ച് കാലങ്ങളായി ഇത് മോഷ്ടിക്കപ്പെട്ടതാണ്? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അയ്യപ്പനുമായിട്ടുള്ള എന്റെ ബന്ധം ആത്മബന്ധവും വിശ്വാസത്തിന്റെ ബന്ധവുമാണ്. അയ്യപ്പന് വേണ്ടി ഒരുപാട് തവണ ജയിലിൽ കിടന്നിട്ടുള്ള, ഒരുപാട് പോരാടിയിട്ടുള്ള, എന്നാൽ കഴിയുന്ന വിധം കാണിക്കയ്ക്കപ്പുറം അയ്യപ്പന് വേണ്ടി കേസ് നടത്താനടക്കം കയ്യിൽ നിന്ന് കാശെടുത്ത് പോരാടിയ ഒരു വ്യക്തിയാണ്. 2019 ഇത് മോഷ്ടിക്കപ്പെട്ടത്. കാരണം 2018-19 തുടക്കം വരെയുള്ള വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട്, വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്. അതായത് അയ്യപ്പന്റെ മുമ്പിലുള്ള ദ്വാരപാലകരിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ ഉണ്ട് എന്നുള്ളതിന് വീഡിയോഗ്രാഫിക് എവിഡൻസ്, ഫോട്ടോ എവിഡൻസ് 2019 വരെ ഉണ്ട്. അപ്പൊ 2019 പകുതിയോടുകൂടി യഥാർത്ഥത്തിൽ ഇത് അഴിച്ചെടുക്കുകയും അടിച്ചു മാറ്റുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. വേറെ കാലഘട്ടത്തിലെ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നത് മനഃപൂർവ്വം ശ്രദ്ധ തിരിക്കാനാണ്. അതായത് 1999 അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കുറെ കാലം എങ്ങനെങ്കിലും കള്ളന്മാരെ രക്ഷപ്പെടാനുള്ള സ്പേസ് ഉണ്ടാക്കാനാണ്. നമ്മുടെ കണ്ണിൽ വീഡിയോഗ്രാഫി എവിഡൻസ്, തെളിവുകൾ, ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ആയിട്ട് ഇപ്പം ഏഷ്യാനെറ്റ്, മാതൃഭൂമി എല്ലാവരും ഇത് മനോരമ എല്ലാവരും ഇത് കാണിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ആൾക്കാർ പോയി ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു ഒക്കെ അല്ലേ. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് ഇത് അഴിച്ചെടുക്കുന്നത് വരെ അവിടെ സ്വർണം പതിച്ച ചെമ്പുപാളികളുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോട്ടെ. പക്ഷേ അന്വേഷണം വേണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം 2019 നടന്ന കള്ളത്തരം, മോഷണം, ചോരി, അപഹരണം മറച്ചുവെക്കാനാണ്. ഹലോ, ഇതിപ്പോ പിണറായി ഭരിക്കുന്ന ഇപ്പൊ വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്. പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി. അപ്പോ ഈ കക്കുന്നവർ തന്നെ പോരാ, 100% പോരാ. ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷിച്ച എന്താ കാര്യം? വേലിതന്നെ വിളവ് തന്നെയല്ലേ. അതുകൊണ്ട് CBI അന്വേഷണം ഒന്ന് BJP പറയുന്നത് പോലെയോ കോർട്ട് മോണിറ്റേർഡ് പ്രോബെന്നോ എന്താണെങ്കിലും ഒരു തേർഡ് പാർട്ടി അന്വേഷിക്കണം, ഇമ്മീഡിയറ്റ്ലി അന്വേഷിക്കണം, എത്രയും പെട്ടെന്ന് വരണം. ആ ഒറിജിനൽ പാളികൾ തിരിച്ചെടുക്കുകയും വേണം. ആ ഒറിജിനൽ പാളികൾ വിറ്റെങ്കിൽ ആ വിറ്റവനെ അറസ്റ്റ് ചെയ്തടക്കം തിരിച്ചെടുക്കണം. ഒരു കാര്യം കൂടി, ആരാണ് ഈ പലരുടെയും ഒരു ചോദ്യമാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് അയാൾ? ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈശാന്തിമാരും പരികർമ്മിമാരുമായി വന്ന് അവിടെ അതിശക്തനായി മാറുകയും ദേവസ്വം ബോർഡിന്റെ അടക്കം ബന്ധങ്ങളോടുകൂടി ഇടനിലക്കാരനായി, കമ്മീഷൻ ഏജന്റായി അടക്കം പ്രവർത്തിച്ച ഒരു ഫണ്ട് റൈസറും വ്യക്തിയുമാണ്. ഇയാൾക്ക് വ്യത്യസ്ത ഭാഷകളൊക്കെ നന്നായിട്ട് അറിയാമെന്നാണ് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട ബാക്കി പൂജാരിമാരെയും മറ്റും പറ്റിച്ച് ദേവസ്വം ബോർഡിന്റെ ഇടനിലക്കാരനായി നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ശബരിമലയിൽ കയറിയത്? ഇടതുപക്ഷ സർക്കാർ വരുന്നതിന് മുമ്പ് മുതൽ അയാളുടെ സാന്നിധ്യമുണ്ട്. അതിനുശേഷമാണ് ഇത്രയും ശക്തനായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ട് അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ഇടതുകാലത്തെ പറയുന്നു എന്ന് പറഞ്ഞാൽ ആ കാലത്താണ് പുള്ളിയുടെ പേരടക്കമുള്ള ഉത്തരവുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി രാഹുൽ ഈശ്വരൻ.